നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ ശക്തിയായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്കാണ് കടക്കുന്നത്. ആദ്യം തന്നെ കോഴിക്കോട്, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കോട്ടയം, പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ, ഇടുക്കി, വയനാട് ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള സർവകലാശാല ബുധനാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും, അതായത് തിയറി, പ്രാക്ടിക്കൽ, വോസി ഉൾപ്പെടെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കേരള സർവകലാശാല പഠന വകുപ്പുകളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. 10 ജില്ലകളിലും വിശദമായി നോക്കാം. കോഴിക്കോട് ജില്ലയിലെ മലയോര തീരദേശ മേഖലകളിലും മറ്റും ശക്തമായ മഴ തുടരും. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകം. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. എറണാകുളം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ശക്തമായ കാറ്റും മഴയും കണക്കിലെടുത്താണ് എറണാകുളം ജില്ലയിൽ അവധി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ചില താലൂക്കുകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കണ്ണൂർ ജില്ലയിലും അവധിയാണ്. പ്രതികൂല കാലാവസ്ഥയാണ് കണ്ണൂർ ജില്ലയിൽ നിലവിലായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചത്. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ളവ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കോട്ടയം ജില്ലയിൽ അവധിയാണ്. കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കും അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. പത്തനംതിട്ട ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ അവസ്ഥ: ഈ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. ഇടുക്കി ജില്ലയിലേക്ക് പോകാം. ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഇല്ല. ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധിയായിരിക്കും. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. വയനാട് നോക്കാം. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, പരിശീലന സ്ഥാപനങ്ങൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. പക്ഷേ റെസിഡൻഷ്യൽ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ സുരക്ഷ അതത് സ്ഥാപന മേധാവികൾ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവധി നൽകാവുന്നതാണ് എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പുറത്തു വരുന്ന വീഡിയോകളിൽ പലരുടെയും വീടുകളിൽ മുറിക്കകത്ത് വരെ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം, അതിൻ്റെ വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. തിരുവല്ല താലൂക്കിലും ആശങ്കയേറുകയാണ്. അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു ആശങ്ക ചില ജില്ലകളിൽ നിലനിൽക്കുകയാണ്.
കാലവർഷക്കെടുതിയിൽ 25ഓളം മരണം ഇതുവരെ ഉണ്ടായി എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്, നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി, 52 വീടുകൾ പൂർണ്ണമായി തകരുന്ന സാഹചര്യമുണ്ടായി, 565 വീടുകൾ ഭാഗികമായി തകരുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് 418 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 18,434 പേർ നിലവിൽ ക്യാമ്പുകളിലുണ്ട്. 1-ാം തീയതി മുതൽ ഇന്നലെ വൈകിട്ട് 5 മണിവരെയുള്ള കണക്ക് സർക്കാർ പുറത്തുവിടുകയായിരുന്നു. കോട്ടയത്താണ് കൂടുതൽ മരണം ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മലപ്പുറത്ത് 4 പേർക്ക് ജീവൻ നഷ്ടമായി. ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 3 വീതം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇടുക്കിയിലും കോട്ടയത്തുമാണ് ഏറ്റവും കൂടുതൽ വീടുകൾ പൂർണ്ണമായി തകർന്നത്. ഇടുക്കിയിൽ 14ഓളം വീടുകൾ തകർന്നു, കോട്ടയത്ത് 11ഓളം വീടുകൾ തകർന്നിരിക്കുകയാണ്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ ഭാഗികമായി തകർന്നത്. 103ഓളം വീടുകളാണ് പത്തനംതിട്ടയിൽ ഈ ഒരു മഴക്കെടുതിയിൽ തകർന്നത്. അതേസമയം നമുക്കിനി മറ്റൊരു റിപ്പോർട്ട് കൂടി നോക്കാം. അതായത് ഏത് പ്രളയത്തിലും മുങ്ങില്ല, ഈ ഒരു അവകാശവാദത്തോടെ കോടികൾ ചെലവാക്കി നവീകരിച്ചതാണ് AC റോഡ്. ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസമായില്ല, അതിനു മുമ്പേ ഇത് വെള്ളത്തിലായിരിക്കുകയാണ്. പലയിടത്തായി 3/4 കിലോമീറ്ററോളം റോഡും വെള്ളത്തിലാണ്. AC കോളനി, പൂവം, ഒന്നാംകര, പാറയ്ക്കൽ, കിടങ്ങറ ഈസ്റ്റ് തുടങ്ങിയ ഭാഗങ്ങളിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം ദുസ്സഹമാണ്. ചെറിയ വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങുന്ന അവസ്ഥ. വെള്ളം കയറുന്നതിൻ്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ റോഡിലൂടെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുമോ എന്ന ഭീതിയിലാണ് യാത്രക്കാരും പ്രദേശവാസികളുമൊക്കെ ആയിരിക്കുന്നത്. കിടങ്ങറ ഭാഗത്തെ വെള്ളക്കെട്ടിൽ കേടായ കാർ അവസാന ഉടമസ്ഥൻ അവിടെ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. 2018 ഉണ്ടായ പ്രളയത്തിൽ AC റോഡ് ദിവസങ്ങളോളം മുങ്ങി. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള അടിയന്തര വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു നിലനിന്നത്. പുറത്തു നിന്നുള്ള രക്ഷാപ്രവർത്തകർക്ക് കുട്ടനാട്ടിൽ എത്താൻ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ്. ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉയരപ്പാതയായി AC റോഡ് പുനർനിർമ്മിക്കാൻ LDF സർക്കാർ തീരുമാനിച്ചത്. ഭാവിയിൽ ഏത് വലിയ പ്രളയമുണ്ടായാലും തടസ്സമില്ലാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള റോഡെന്നാണ് അവകാശവാദം ഉന്നയിച്ചിരുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി KSPP വഴി 752 കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക രീതിയിലുള്ള ഈ നവീകരണ പദ്ധതി അടക്കം തയ്യാറാക്കിയത്. പക്ഷെ 5 മാസം പോലും, കേവലം 5 മാസമേ ആയിട്ടുള്ളൂ, അതിനിടയിൽ റോഡ് വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലും AC റോഡിൽ വെള്ളം കയറി. ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരാതികളുമൊക്കെ ഉയർന്നപ്പോൾ റോഡ് പണി പൂർണ്ണമായില്ലെന്നായിരുന്നു അധികൃതർ നൽകിയ വിശദീകരണം. 2020 ഒക്ടോബറിലായിരുന്നു റോഡിന്റെ പുനർനിർമ്മാണോദ്ഘാടനം. മഴക്കാലത്ത് കുട്ടനാട് വെള്ളത്തിനടിയിലായാലും AC റോഡിലൂടെയുള്ള ഗതാഗതം ഒരു കാരണവശാലും തടസ്സപ്പെടില്ല എന്നതടക്കമുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് നൽകിയ റോഡാണ് കേവലം 5 മാസം കഴിഞ്ഞപ്പോൾ വെള്ളത്തിനടിയിലായത്. വെള്ളപ്പൊക്കം ഏറ്റവും രൂക്ഷമാകുന്ന ഭാഗങ്ങളിൽ മേൽപ്പാലങ്ങളും കോസ്വേകളും ജിയോ ടെക്സ്റ്റൈൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡിന്റെ ഉയരം വർദ്ധിപ്പിച്ച് വെള്ളം കയറാത്ത രീതിയിലാണ് AC റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊരു അവകാശവാദമൊക്കെ ഒരു വശത്തുണ്ടായിരുന്നു. പക്ഷേ ഈ അവകാശവാദങ്ങളൊക്കെ അസ്ഥാനത്തായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.